നേരത്തെ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഇപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ത്രൂ ഔട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് മസ്റ്റായിട്ടും ഈ വർഷവും ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാകും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 14,000-ൽ പരം വേക്കൻസീസുമായി നമ്മുടെ SSC CGLന്റെ നോട്ടിഫിക്കേഷൻ ഇതാ വന്നു കഴിഞ്ഞു. അപ്പോൾ ഓഗസ്റ്റിൽ എക്സാം നടക്കുന്നതിന് മുൻപ് ഏതൊക്കെ ടോപ്പിക്സിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ അറിയണം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ് SSC CGL എക്സാമിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വെയിറ്റേജ് അനാലിസിസ്. ഏകദേശം കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടന്നിരിക്കുന്ന SSCയുടെ CGL എക്സാം നമ്മൾ അനലൈസ് ചെയ്ത് ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്നതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തിനാണ് നമ്മൾ ഈ വെയിറ്റേജ് അനലൈസ് ചെയ്യുന്നതെന്നാണ്. സോ ബേസിക്കലി നമുക്ക് എല്ലാവരും എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല റാങ്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഏറ്റവും ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. സോ നമ്മുടെ ഇന്നത്തെ അനാലിസിസോടുകൂടെ ഈ CGLന്റെ സിലബസിൽ വരുന്ന 4 സെഷൻസിലെയും മോസ്റ്റ് ഹൈ സ്കോറിംഗ് ടോപ്പിക്സും ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. സോ ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിലൂടെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള പാറ്റേൺസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് CGL എക്സാമിൻ്റെ എൻറ്റയർ സ്കീം എന്താണ് എന്ന് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം അല്ലേ. എങ്കിൽ മാത്രമാണ് ഇവിടെ ഏത് സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്കിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ് SSC CGLന്റെ Tier 1 2025 എക്സാമിൻ്റെ Tier 1ൻ്റെ എൻറ്റയർ സ്കീമാണ് നിങ്ങളിപ്പം ഇവിടെ കാണുന്നത്. CGL എക്സാമിൽ പ്രധാനമായിട്ടും 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ ഈ എക്സാമിൽ ഈ 4 സബ്ജക്റ്റുകൾക്കും തുല്യ വെയിറ്റേജ് ആണ്. ഓരോ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം. ഔട്ട് ഓഫ് 50 ആണ് ഇവിടെ ഓരോ സെക്ഷൻ്റെയും ടോട്ടൽ മാർക്സ് വരുന്നത്. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മാക്സിമം 100 ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾക്കിവിടെ 200 മാർക്കാണ് നേടേണ്ടത്. ഓക്കെ, ആൻഡ് ഇതിനു വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള സമയം എന്ന് പറയുന്നത് ജസ്റ്റ് 1 അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് 100 ക്വസ്റ്റ്യൻസിൽ നിന്നും 200 മാർക്ക് നേടുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ഈ തന്നിരിക്കുന്ന 1 മണിക്കൂറിനുള്ളിൽ ഈ മാർക്ക് ലഭിക്കുക എന്നുള്ളത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. സോ അത് നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് പോകാം. എക്സാമിൻ്റെ സ്കീം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ക്വസ്റ്റിന് 2 മാർക്കാണ് ആക്ച്വൽ മാർക്ക് കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട്. സോ ഇവിടെ ഏകദേശം 1/2 മാർക്ക് ഓരോ ചോദ്യത്തിനും നെഗറ്റീവ് മാർക്കായിട്ട് നമ്മുടെ CBT 1ൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വെയിറ്റേജ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെയാണ്. സോ റീസണിങ്ങിൽ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം വേർബൽ റീസണിങ്ങും ഉണ്ട്, നോൺ വെർബൽ റീസണിങ്ങും ഉണ്ട് അല്ലേ. സോ CGL എക്സാമിൽ അത്യാവശ്യം നല്ല വെയിറ്റേജ് ആണ് നോൺ വെർബൽ റീസണിങ്ങിൻ്റെ ചോദ്യങ്ങൾക്ക് വരുന്നത്. സോ അതുകൂടാതെ തന്നെ സ്ഥിരമായിട്ട് ഒരുപാട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. അതിൽ കൂടുതലും അനാലജി, ക്ലാസിഫിക്കേഷൻ, സീരീസ് പോലെ വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. ഇൻ കേസ് നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിൻ്റെ PDF നമ്മൾ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 മുതൽ 2018-19 വരെയുള്ള ഒരു ആവറേജ് ആണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ വർഷവും CGL എക്സാം ഒരു 10 ഡേയ്സിലൊക്കെ ആയിരിക്കും നടക്കുന്നത്. അതിൽ ഓരോ ദിവസവും 4 ഷിഫ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ അത്യാവശ്യം ഒരു 35+ പേപ്പേഴ്സ് CGLൻ്റെ പല ഷിഫ്റ്റുകളിലായിട്ട് ഓരോ വർഷവും വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ ആവറേജ് നമ്പറാണ് എടുത്തിരിക്കുന്നത്. എൻറ്റയർ ഷിഫ്റ്റ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ ആവറേജ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൺസിസ്റ്റൻ്റായി നിങ്ങളിപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 2024 തൊട്ട് 2018-19 വരെ
മാക്സിമം നമ്പർ ഓഫ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏകദേശം ഒരേ ടോപ്പിക്സിൽ നിന്ന് തന്നെയാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അനാലജി, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ് ആൻഡ് സീരീസ്, ഈ 4 ടോപ്പിക്സിൽ നിന്നും നിങ്ങൾക്ക് സ്ഥിരമായി റീസണിങ്ങിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കഴിഞ്ഞ 5 വർഷമായി നമ്മൾ കാണുന്ന പാറ്റേൺ അതാണ്. ഓക്കെ, അപ്പോൾ ഈ 4 ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, ഹൈ സ്കോറിംഗ് ആണ്, അതേസമയം മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സുമാണ്. ഇനി അതുകൂടാതെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ വെർബൽ റീസണിംഗ് ആണ്. അപ്പോൾ നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുന്നത് ഫിഗറൽ റീസണിംഗ് അല്ലെങ്കിൽ നമ്മൾ വിഷ്വൽ റീസണിംഗ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഫിഗേഴ്സിന് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ പേപ്പർ ഫോൾഡിങ്, കട്ടിങ്, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ക്യൂബ് ആൻഡ് ഡൈസ്. അപ്പം ഇത് കൗണ്ടിങ് ഫിഗേഴ്സ്, ഇതൊക്കെ തന്നെ വീണ്ടും നോൺ വെർബൽ റീസണിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. എന്നാൽ ഇവിടെ നോൺ വെർബൽ റീസണിങ്ങിൽ ഇവിടെ 4 to 5 ക്വസ്റ്റ്യൻസ് 2024 വന്നു. 2022 അത് തന്നെ, 2023 കുറച്ച് കുറവായിരുന്നു. 2020 പോയപ്പോൾ വീണ്ടും അത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോ അപ്പോൾ ഇവിടെ വരുന്ന നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫിഗർ, എംബഡഡ് ഫിഗേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഫിഗർ കംപ്ലീഷൻ, ഫിഗർ സീരീസ്, ഫിഗർ അനാലജി തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ടോപ്പിക്സിന് ശേഷം അത്യാവശ്യം നല്ല വെയിറ്റേജ് വരുന്നതാണ് നോൺ വെർബൽ റീസണിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും പൊതുവേ ചോദ്യങ്ങൾ വരാറുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്സിനെ വെച്ച് നോക്കുമ്പം ഇത്രയും കൂടി ടൈം ടേക്കിംഗ് ആണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ഷോർട്ട് കട്ട്സ് അറിയാമെങ്കിൽ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ബ്ലഡ് റിലേഷൻഷിപ്പ് ആൻഡ് ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ. സോ ബ്ലഡ് റിലേഷൻഷിപ്പിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാകും. 1 or 2 ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ഉണ്ടാവാറുള്ളൂ. അതിൽ കൂടുതൽ ഒരു എക്സാമിലും നമ്മൾ കാണാറില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ സില്ലോജിസം വരുന്നത്. സില്ലോജിസംസിൽ നിന്നും മാക്സിമം 2 ക്വസ്റ്റ്യൻസ് ആണ്, കൂടിപ്പോയാൽ 3 ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോൾ ലക്കി ആണെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് വരും, ഇല്ലെങ്കിൽ മാക്സിമം 2 ചോദ്യങ്ങളാണ് സില്ലോജിസംസിൽ നിന്നും നമുക്ക് വരുന്നത്. ഇനി മിസ്സിംഗ് നമ്പർ ബേസ്ഡ് ആയിട്ട് മാട്രിക്സ് പോലെ ഒരു ടേബിൾ പോലെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഷേപ്പ് ഫിഗറിൻ്റെ ഉള്ളിലൊക്കെ മിസ്സിംഗ് നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതും 1 or 2 ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളൂ. ഇനി വേർഡ് ഫോർമേഷൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറില്ല, അത്ര കോമൺ ആയിട്ട് ചോദിക്കാറില്ല, പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷനും ബ്ലഡ് റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ്. മാക്സിമം ഒരു 1 അല്ലെങ്കിൽ 2 ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളൂ, അതിൽ കൂടുതൽ ഒരിക്കലും പോകാറില്ല. ഇനി ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല, അതും നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ബാക്കി വരുന്നത് മിറർ, വാട്ടർ ഇമേജ്, പിന്നെ ക്യൂബ് ആൻഡ് ഡൈസ് ക്വസ്റ്റ്യൻസ്, പേപ്പർ ഫോൾഡിംഗ് ഒക്കെയാണ്. സോ പേപ്പർ ഫോൾഡിംഗ് വന്നില്ലെങ്കിലും മിറർ ആൻഡ് വാട്ടർ ഇമേജ് ക്വസ്റ്റ്യൻസും കൗണ്ടിങ് ഫിഗേഴ്സും ക്യൂബ് ആൻഡ് ഡൈസും ഡെഫിനറ്റ്ലി നമുക്ക് ഈ വർഷത്തെ എക്സാമിലും എന്തായാലും ക്വസ്റ്റ്യൻസ് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ 5 വർഷത്തെ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് വെയിറ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. ഇനി അത് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്കൊന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് അറിയാലോ, ബേസിക് മാത്സ് ഉണ്ട്, അഡ്വാൻസ് മാത്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പല സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഇതിൽ പെർസെൻറ്റേജും ആവറേജും റേഷ്യോസും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ബാക്കി ടോപ്പിക്കുകളുടെയും അടിസ്ഥാനമാണിത്. സോ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, മാത്സ് പൊതുവെ എല്ലാവർക്കും പേടിയാണ്, ശരിയാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ്, ഏറ്റവും പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സിനായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ കൂടുതലായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ ടോപ്പിക്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പെർസെൻറ്റേജ്, റേഷ്യോ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും ആപ്ലിക്കേഷൻ ആണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്നത്. ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പീഡ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ചാർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് CGL എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഇനി ട്രിഗ്നോമെട്രി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആൻഡ് ആൽജിബ്ര ആൻഡ് ജിയോമെട്രി. അപ്പോൾ ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് മസ്റ്റായിട്ടും ഈ വർഷവും ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാകും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിനു വേണ്ടി നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ബോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പർ ഓഫ് ആ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് അരിത്മെറ്റിക്. സോ കഴിഞ്ഞ ഏകദേശം 5 വർഷങ്ങളിൽ
നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 10 to 12 ക്വസ്റ്റ്യൻസ് അരിത്മെറ്റിക്സിൽ നിന്നും വന്നിട്ടുണ്ട് എന്നാണ്. സോ അതിൽ വരുന്നത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ, സർച്ച് ആൻഡ് ഇൻഡിസസ്, LCM, HCF, നാച്ചുറൽ നമ്പേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അരിത്മെറ്റിക്സിലാണ് വരുന്നത്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ആൽജിബ്ര ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിനുശേഷം ജിയോമെട്രിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വീണ്ടും ഇവിടെ ട്രിഗ്നോമെട്രിയിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഇപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ത്രൂ ഔട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിനിമം 2 ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ആ കാര്യം ഷുവറാണ്. അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിൽ പക്ഷേ ഒരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം SI ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ചിലപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ആയിരിക്കും വരിക. ഇനി ചില കേസിൽ SIയുടെയും CIയുടെയും ഒക്കെ ഡിഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പല സബ് ഡിവിഷൻസ് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഇത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അധികം ക്വസ്റ്റ്യൻസ് വരാത്ത ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മിക്സ്ചർ ആൻഡ് ആലിഗേഷനിൽ നിന്നും നമുക്ക് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരണം നിർബന്ധമില്ല. ഇനി വന്നാൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളൂ. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഏരിയ ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പോൾ അവിടെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, വന്നാൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മാത്സിൽ ഹൈ വെയിറ്റേജ് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് മാത്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഹൈലി പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഫൈൻ. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ അവയർനെസ് ആണ്. അപ്പോൾ ജനറൽ അവയർനെസ് മാത്സും റീസണിങ്ങും പോലെയല്ല, നിങ്ങൾക്ക് റഫ് പേപ്പർ ഒന്നും വേണ്ട, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്നു, ആൻസർ കണ്ടെത്തുന്നു അല്ലേ. അപ്പോൾ കൂടുതൽ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിലി ആ സെക്ഷനിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതിനു വേണ്ടി നമ്മുടെ അനാലിസിസ് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ജനറൽ അവയർനെസ്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഡെഫിനറ്റ്ലി കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ജനറൽ അവയർനെസ്സിൽ നിന്നും നമുക്ക് വരാറുണ്ട്. അതിൽ കൂടുതലും വരുന്നത് ഇന്ത്യൻ സയൻസ് മുന്നേറ്റങ്ങളൊക്കെ, ഈ ISR പോലുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന മുന്നേറ്റങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വരാറുള്ളത്. പിന്നെ ഇന്ത്യൻ ജിയോഗ്രഫി ബേസ്ഡ് ആയിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് മിസലേനിയസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് GK ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടുതൽ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജനറൽ അവയർനെസ്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഏറ്റവും കുറവ് വരുന്നത് കൂടുതലും ഹിസ്റ്ററിയിൽ നിന്ന്, അതായത് ഇപ്പം ഏൻഷ്യൻ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ മെഡീവൽ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് കുറവാണ്. ഇനി വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പൊക്കെ CGL സ്ഥിരം ഉണ്ടായിരുന്നത് ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരുപാട് വരത്തില്ല, മാക്സിമം 1 അല്ലെങ്കിൽ 2, മാക്സിമം 1 തന്നെ നിങ്ങൾ എടുത്തോളൂ. അത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷിൽ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്? അപ്പോൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും വൊക്കാബുലറിയും പിന്നെ ഗ്രാമറും, ഇത് രണ്ടും ആയിരിക്കും അല്ലേ. വൊക്കാബുലറിയിൽ തന്നെയാണ് ബേസിക്കലി നിങ്ങളുടെ ആൻറ്റണിംസും സിനോണിംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്നത്. ആൻഡ് ഗ്രാമറിൽ കൂടുതൽ എറർ സ്പോട്ടിങ്, അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ എറർ കണ്ടെത്തുക, അതിനെ കറക്റ്റ് ചെയ്യുക, ഒരു വേർഡ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ എറർ സ്പോട്ടിങ്ങിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ വരുന്ന ഏതൊക്കെയാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഡയറക്റ്റ്ലി ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. സോ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് കണ്ടെത്തുക, അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ആ സെൻറ്റൻസിനെ തിരുത്തുക തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇംഗ്ലീഷിൽ കൂടുതലും വരുന്നത്. പിന്നെ വീണ്ടും നിങ്ങളുടെ വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ആൻറ്റണിംസും സിനോണിംസും ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചില കേസസിൽ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് ബേസ്ഡ് ചോദ്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് SSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാം. അപ്പോൾ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാകും, അതിൽ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും സെൻറ്റൻസ് കറക്റ്റ് ആയിരിക്കും, ഇടയ്ക്ക് വരുന്ന സെൻറ്റൻസസ് ഒക്കെ ജംബിൾഡ് അപ്പ് ആയിരിക്കും. അപ്പോൾ അതിനൊരു കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ റീഅറേഞ്ച് ചെയ്യണം. അതിനെയാണ് നമ്മൾ റീഅറേഞ്ചിങ് ദ സെൻറ്റൻസസ് അല്ലെങ്കിൽ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടോപ്പിക്കുമാണ് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളത്.
ഓക്കെ, ഇനി ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്രാമറിനെ നമ്മൾ വീണ്ടും പലതായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലെ. ആർട്ടിക്കിൾസ്, അതിൻ്റെ റൂൾസ് ഉണ്ടാകും, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, അങ്ങനെ ഒരുപാട് സബ് ഡിവിഷൻസ് വരും. അപ്പോൾ അതിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളൂ. അതുപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇതിൽ നിന്നും ഒക്കെ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളൂ. ബാക്കി വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, CGL എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഏത് സംശയവും അതിലൂടെയും നിങ്ങൾക്ക് നമ്മളെ എഴുതി അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.